ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഏത്തപ്പഴവും അവലും ശർക്കരയും നെയ്യും തേങ്ങയും ഒക്കെ കൂടെ ചേർത്ത് നല്ല രുചിയുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കിയിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും, അതുപോലെ മുതിർന്നവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇന്ന് വിഷു ആണല്ലോ, എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കിയാലോ. വളരെ രുചിയുള്ള ഒരു 4 മണി പലഹാരത്തിനായിട്ട് ഞാനൊരു 2 കപ്പ് വെള്ള അവലെടുത്തിരിക്കുകയാണ്. കനം കുറഞ്ഞ അവലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാൻ 2 ഏത്തപ്പഴവും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഏത്തപ്പഴം നമ്മളിങ്ങനെ ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് തേങ്ങാപ്പിരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ശർക്കര പാനിയാക്കി വെച്ചിരുന്ന എടുത്തിട്ടുണ്ട്. കൂടെ ശർക്കര ചീകി എടുത്തിട്ടുമുണ്ട്. നമുക്കിത് ഒന്ന് ഉരുക്കിയെടുക്കണം ഒന്നും കൂടെ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ 2 കപ്പ് അവലും ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി വറുത്തെടുക്കണ്ട, ഒന്ന് നല്ലപോലെ ചൂടായി കിട്ടിയാൽ മതി. ഒന്ന് മുരുവരാന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ അവൽ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അവൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ആ സെയിം പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞെടുത്ത് വെച്ചിരുന്ന ഏത്തപ്പഴവും കൂടി ഇതിനകത്തേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കുന്ന പോലെ എടുക്കാം. ഏത്തപ്പഴം ഒത്തിരി പഴുത്തതാകരുത്, ഇത് ആവശ്യത്തിനുള്ള പഴുപ്പിതിനുണ്ട്. ഇതുപോലെ ഇരുന്നാൽ മതി. ഒത്തിരി പഴുത്തതാണെങ്കിൽ അങ്ങ് കണ്ടമാനം വെന്ത് കുഴഞ്ഞു പോകും. ഏത്തപ്പഴം ഒന്ന് വെന്ത് സൈഡൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്, മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കോരി എടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും നെയ്യ് അതിനകത്ത് മിച്ചം വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് കാഷ്യൂനട്ടും ആവശ്യത്തിനുള്ള റേസിൻസും ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് നെയ്യൊഴിച്ച് വറക്കേണ്ടി വരും. ഇത് അവല് വിളയിക്കുന്ന പോലെയൊന്നുമല്ല, ഒരു പ്രത്യേക സ്വാദാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അവലും ഈ ഏത്തപ്പഴവും കൂടെയുള്ള സ്നാക്ക്. കാഷ്യൂനട്ടും റേസിൻസും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരാം. ഇനി ആ നെയ്യുള്ള ആ പാത്രത്തിൽ തന്നെ നമുക്ക് 1.5 കപ്പ് തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലെ വെള്ളമയെല്ലാം ഒന്ന് മാറി ഒരു നല്ല മണം വരും. ആ സ്റ്റേജിൽ നമുക്കതും കോരിയെടുക്കണം. ആ നെയ്ക്കകത്ത് നന്നായിട്ട് ആ തേങ്ങാപ്പീരയും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും പാത്രത്തിലേക്ക് മാറ്റാം. പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തു. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ ശർക്കര നല്ല മണ്ണും കട്ടയും ഒന്നുമില്ലാത്ത നല്ല ശർക്കരയാണ്, അതുകൊണ്ട് ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ഞാൻ പകുതി പാനിയാക്കിയിരുന്ന ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു. ഉരുകി വരുന്ന ഈ ശർക്കര പാനിയിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നോക്കിയാൽ ഈ പരുവായിരിക്കണം, വെള്ളമായി പോരുത്. നല്ല ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കണം. നമ്മൾ ഇനിയും വറുത്ത് വെച്ചിരിക്കുന്ന ഓരോന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരുന്ന അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ശർക്കര പാനിയായിട്ടെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുഴഞ്ഞൊന്നും പോകത്തില്ല, അവൽ വറുത്തെടുത്തത് കൊണ്ട്. കൂടെ തന്നെ ഏത്തപ്പഴവും കൂടെ ചേർക്കാം. ഓരോന്നും ഇട്ട് ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പീരയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും ഈ അവലും ഏത്തപ്പഴവും കൂടെ ചേർന്നിട്ടുള്ള ഈ സ്നാക്ക്. ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും റേസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം.
ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അവലും ഏത്തപ്പഴവും കൂടെ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ കൂട്ടുകാരെ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.